ഡെൻസ്വെൽഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പോളയാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റായ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വീറ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 6 ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 2 വിസിൽ വരുന്നവരെ അടിച്ചതിന് ശേഷം ചൂടെല്ലാം ആറി പച്ചവെള്ളത്തിലിട്ടതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞെടുത്താണ് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ഒരുവിധം ഇടത്തരം ജാറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കണം. കട്ട് ചെയ്ത് ചേർക്കണമെന്ന് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടിക്കോളും. അതുകൂടാതെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ, പച്ചവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൊലിയെല്ലാം പൊളിച്ചെടുക്കാനായിട്ട് വളരെ സഹായകമാണ് കേട്ടോ. ക്യാരറ്റ് ആണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും വേവിച്ചതിന് ശേഷം ഒരു അല്പം പച്ചവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. പാലില്ലെങ്കിൽ ഒരല്പം വെള്ളമാണെങ്കിൽ ചേർക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നോക്കി കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. കോഴിമുട്ടയാണ് ഇതിനും കൂടി ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് വലിപ്പം കുറഞ്ഞ കാരണമാണ് ഞാൻ 6 കൊടുത്തത്. വലിപ്പം കൂടുതലുള്ള ക്യാരറ്റ് ആണെങ്കിൽ 4 മതി കേട്ടോ. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് വെക്കുക. പഞ്ചസാര ഒരു 3/4 ഗ്ലാസ്സാണ് ചേർത്തത്. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കണേ. ഇപ്പോൾ പഞ്ചസാരയുടെ നല്ല മധുരം കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതാ നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ചേർക്കുക. അപ്പോൾ പൊടിച്ചെങ്കിലും അധികം അങ്ങോട്ട് പൊടിഞ്ഞു വിട്ടില്ല. അതാണ് ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി അതിലേക്ക് ചേർത്ത് അടിക്കുകയാണ്. ഇനി ഈ മിശ്രിതം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ ഏത് പാത്രം, ഞാനിവിടെ നോൺ സ്റ്റിക്ക് എടുക്കുന്നത്, അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം കശുവണ്ടി കിസ്മിസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്ത് കോരുക കേട്ടോ. വറുത്ത് കോരി കഴിഞ്ഞ ശേഷം തീരൽപ്പം കുറഞ്ഞതിന് ശേഷം, അതായത് അതിൻ്റെ ചൂടൊരൽപ്പം മാറിയതിന് ശേഷം നമ്മുടെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ സിമ്മിലിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒരല്പം നെയ്യ് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ മിശ്രിതമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. മിശ്രിതം ഒഴിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ആക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം നമുക്കൊരു അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യണം. ആദ്യത്തെ 15 മിനിറ്റ് ഇതുപോലെയാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അതിനുശേഷം നമ്മുടെ കിസ്മിസ് ഉണ്ടായിരുന്നില്ലേ, കിസ്മിസ് അല്ലെങ്കിൽ കശുവണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് പിന്നെയും വെക്കണം. പിന്നെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് കുക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റോടെ മുകൾ വശം കൂടി ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് അടുത്തൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അല്പം നെയ്യ് ഇറ്റിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മുടെ മറ്റേ ക്യാരറ്റ് പോളയുടെ പാത്രം ഇതിലേക്ക് കമഴ്ത്തി കൊടുക്കണം. വളരെ പതുക്കെയാണത് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വളരെ പതുക്കെ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അത് കുക്ക് ചെയ്യണം. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. വളരെ സ്വീറ്റാണ് കേട്ടോ. നെയ്യൊക്കെ ചേർത്തേക്കണം തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മധുരമൊക്കെ ഉള്ളത് നല്ല പഞ്ഞി പോലെ ഇരിക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ക്യാരറ്റൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഇതെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ട്രൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണോട് പ്രസ് ചെയ്താൽ പുതിയ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.